ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ 2 ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ ക്യാരിയിങ് ഔട്ട് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഓപ്ഷൻ എ ലൈറ്റ് ടു കെമിക്കൽ എനർജി, ഓപ്ഷൻ ബി ലൈറ്റ് ടു തെർമൽ എനർജി, ഓപ്ഷൻ സി തെർമൽ ടു ബയോകെമിക്കൽ എനർജി, ഓപ്ഷൻ ഡി ഹീറ്റ് ടു കൈനറ്റിക് എനർജി. സോ സൂര്യപ്രകാശത്തിൽ നിന്നും സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ അതിൽ എന്തായിരിക്കും? ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, നോ ഹീറ്റ് എൻജിൻ ക്യാൻ ഓപ്പറേറ്റ് വിത്ത് 100% എഫിഷ്യൻസി. കൺവേർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ വർക്ക്. ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. നോ ഹീറ്റ് എൻജിൻ ക്യാൻ ഓപ്പറേറ്റ് വിത്ത് 100% എഫിഷ്യൻസി. സോ ഇതൊരിക്കലും DB സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കത്തില്ല. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളത് സെക്ഷൻ 2 ഫിസിക്സിലായിരിക്കും. ഓപ്ഷൻ എ ട്രൂ ഇൻ ഓൾ കണ്ടീഷൻ, ഓപ്ഷൻ ബി ഫാൾസ് ഇൻ ഓൾ കണ്ടീഷൻസ്, ഓപ്ഷൻ സി ട്രൂ ഇഫ് ദ എൻജിൻ ഈസ് ഇൻ വാക്വം, ഓപ്ഷൻ ഡി ഫാൾസ് ഇഫ് ദ എൻജിൻ ഈസ് ഇൻ വാക്വം. സോ നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയാം. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1. സോ Q2/Q1 അതായത് 1 മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1 മൈനസ് എന്ന് കൊടുക്കുമ്പോൾ ഒരിക്കലും 100% എഫിഷ്യൻസി ഉണ്ടാവത്തില്ല. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ട്രൂ ഇൻ ഓൾ കണ്ടീഷൻ. അടുത്ത ചോദ്യം, ഡൈനാമോ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് വർക്ക് ഓൺ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഡാഷ് എനർജി ടു ഡാഷ് എനർജി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡൈനാമോയിൽ നടക്കുന്ന എനർജി കൺവേർഷനാണ്. ഡൈനാമോ വർക്ക് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഒന്നെങ്കിൽ അതിൻ്റെ കോയിൽസ് റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റ്സ് റൊട്ടേറ്റ് ചെയ്യണം. സോ ആ ഒരു ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. സോ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ മെക്കാനിക്കൽ ഹീറ്റ്, ഓപ്ഷൻ ബി സൗണ്ട് ഇലക്ട്രിക്കൽ, ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ചോദ്യം, ഫോർ എ പെൻഡുലം ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ടൈം പീരീഡ് ടി ഈസ് ഡാഷ് ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡും ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഓപ്ഷൻ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഓപ്ഷൻ സി ഈക്വൽ, ഓപ്ഷൻ ഡി ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ ഓഫ് പെൻഡുലം. സോ ഈ ഒരു ക്വസ്റ്റ്യനും ഒരിക്കലും 10ാം ക്ലാസ് ലെവൽ DBക്ക് ചോദിക്കാൻ സാധ്യതയല്ല. ഇതും GDക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു 2π√L/G എന്നാണ്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ തന്നെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ടൈം പീരീഡും പിന്നെ ഗ്രാവിറ്റിയും എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കറണ്ട് ഇൻ എ 60 വാട്ട് ലൈറ്റ് ബൾബ് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 240 വോൾട്ട് പവർ സപ്ലൈ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 60 വാട്ട് ലൈറ്റ് ബൾബ് 240 വോൾട്ട് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0.26 ആംപിയർ, ഓപ്ഷൻ ബി 0.28 ആംപിയർ, ഓപ്ഷൻ സി 0.25 ആംപിയർ, ഓപ്ഷൻ ഡി 1.25 ആംപിയർ. അപ്പം പവറിൻ്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു VI എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പവറും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് I ഈസ് ഈക്വൽ ടു P/V. അപ്പോൾ ഇവിടുത്തെ പവർ 60 വാട്ടാണ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോൾട്ടേജ് 240. 0 0 കട്ട് ചെയ്തു,
ഇനി 6ഉം 24ഉം ഉണ്ട്. 24 6 4 പ്രാവശ്യമുണ്ട്. സോ 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.25 ആംപിയർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻടു ഓർ ഔട്ട് ഓഫ് എ സിസ്റ്റം ആൻഡ് ഈസ് ജനറലി ഒബ്റ്റൈൻഡ് ബൈ സറൗണ്ടിങ് ദ എൻറ്റയർ സിസ്റ്റം വിത്ത് എ സ്ട്രോങ്ലി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. സോ ഈ ഒരു പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഐസോതെർമൽ പ്രോസസ്, ഓപ്ഷൻ ബി അഡിയാബാറ്റിക് പ്രോസസ്, ഓപ്ഷൻ സി ഹൈപ്പോതെർമൽ പ്രോസസ്, ഓപ്ഷൻ ഡി കെൽവിൻ പ്രോസസ്. അപ്പോൾ ഇതും DBക്കാർക്ക് ചോദിക്കില്ല, ഇതും നാവിക്ക് GD ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് വിച്ച് ഈസ് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ടു ഓർ ഔട്ട് ഓഫ് എ സിസ്റ്റം. ദെൻ ഇവിടെ സ്ട്രോങ്ലി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, അതേതാണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഓപ്ഷൻ എ വോൾട്ട് മീറ്റർ, ഓപ്ഷൻ ബി അമ്മീറ്റർ, ഓപ്ഷൻ സി സീസ്മോമീറ്റർ, ഓപ്ഷൻ ഡി ഓഡോമീറ്റർ. ഒരു സർക്യൂട്ടിലെ കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? അമ്മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ അറിയാം, ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. സീസ്മോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് ക്വേക്ക് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സീസ്മോമീറ്റർ ഉപയോഗിക്കാറുള്ളത്. ഓഡോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്നത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ റിഗാർഡിംഗ് ദ വേരിയേഷൻ ഓഫ് G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം താഴെ നമുക്കൊരു 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ G ഈസ് മാക്സിമം അറ്റ് പോൾസ്. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ഉണ്ടാവുന്നത് പോൾസിലായിരിക്കും എന്നാണ് പറയുന്നത്. G ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ എന്താണ് മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, G ഡിക്രീസസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. സോ ഈ ഒരു കണ്ടീഷനിൽ ഏതാണ് ശരി? സോ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. Which of the following is related to the statement that for a given color of light the ratio of sine of angle of incident and angle of refraction is same? അപ്പം ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫോർ എ ഗിവൺ കളർ ഓഫ് ലൈറ്റ് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് സെയിം. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം എന്ന ആ ഒരു കണ്ടീഷൻ ഏത് ലോയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ കിർച്ചോഫ് ലോ, ഓപ്ഷൻ ബി സ്നെൽസ് ലോ, ഓപ്ഷൻ സി സ്റ്റെഫൻസ് ലോ, ഓപ്ഷൻ ഡി സൈൻ ലോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് സ്നെൽസ് ലോ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ സ്പീഡ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് നീഡ് ടു ബി traveling to break free of a planet or moon's gravity well and leave it without further propulsion. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കൈനറ്റിക് എനർജി, ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ സി ഡൈനാമിക് എനർജി, ഓപ്ഷൻ ഡി എസ്കേപ്പ് വെലോസിറ്റി. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്ലാനറ്റോ അല്ലെങ്കിൽ മൂണോ അതിൻ്റെ ഗ്രാവിറ്റിയുടെ അണ്ടറിൽ നിന്നും ഒരു വസ്തു അതിൻ്റെ പുറത്തോട്ട് കടന്നിട്ട് തിരിച്ചു വരാതിരിക്കാനുള്ള ആ വേഗതയെ, ആ ഒരു കണ്ടീഷനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എസ്കേപ്പ് വെലോസിറ്റിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഭൂമിയുടേത് ഓർത്ത് വെക്കുക, 11.2 യൂണിറ്റ് ശ്രദ്ധിക്കണം, km/s. ഇനി ചന്ദ്രൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ചോദിക്കാന്നുണ്ട് ഓർത്ത് വെക്കുക, 2.38 km/s. യൂണിറ്റ് എപ്പോഴും ഓർത്ത് വെക്കണേ, km/s എസ്കേപ്പ് വെലോസിറ്റി പറയാറുള്ളത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഈസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുമായി ബന്ധപ്പെട്ട്
ഏത് സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആൻ ആറ്റം, ഓപ്ഷൻ ബി എ മോളിക്യൂൾ, ഓപ്ഷൻ സി എ കാറ്റയോൺ, ഓപ്ഷൻ ഡി ആൻ ആനയോൺ. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ആൻ ആറ്റം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ഡിസ്പ്ലേസ്ഡ് ബൈ ദ അതർ ത്രീ ഇൻ ഇറ്റ്സ് സാൾട്ട് സൊല്യൂഷൻ? ഓപ്ഷൻ എ മാഗ്നീഷ്യം, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി സിങ്ക്. സോ ഇതിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കോപ്പർ ആയിരിക്കും. അതായത് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കാരണം ഇതിൽ ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. സാധാരണ ഇങ്ങനെയല്ല ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഒരാളെ കൂടെ ആഡ് ചെയ്യും, സിൽവറിനെ ആഡ് ചെയ്യും. ഏജ് സിൽവറിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന ആരായിരിക്കും? സിൽവർ ആയിരിക്കും. കാരണം കോപ്പറിനേക്കാൾ ലെസ് റിയാക്റ്റീവ് മെറ്റലാണ് സിൽവർ. അതുകൊണ്ട് അപ്പം ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത് സിൽവർ ആയിരിക്കും. അടുത്ത ചോദ്യം, ഹൂ ഡിസ്കവർഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം? ഒരു ആറ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ ഡിസ്കവർ ചെയ്തിട്ടുള്ള ആരാണ്? ഓപ്ഷൻ എ മാഡം ക്യൂറി, ഓപ്ഷൻ ബി റുദർഫോർഡ്, ഓപ്ഷൻ സി ജെ തോംസൺ, ഓപ്ഷൻ ഡി ജെയിംസ് ചാഡ്വിക്ക്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റുദർഫോർഡ്. അടുത്ത ചോദ്യം, എ വൈറ്റ് വിട്രിയോൾ ഈസ്? വൈറ്റ് വിട്രിയോൾ എന്താണ്? ഓപ്ഷൻ എ സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ ബി സിങ്ക് ക്ലോറൈഡ്, ഓപ്ഷൻ സി സിങ്ക് സൾഫേറ്റ്, ഓപ്ഷൻ ഡി സിങ്ക് ഫോസ്ഫേറ്റ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ക്ലോറൈഡ് ആണ്. അടുത്ത ചോദ്യം, കാർബറണ്ടം ഈസ് അനദർ നെയിം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് കാർബറണ്ടം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ബി സിലിക്കൺ കാർബൈഡ്, ഓപ്ഷൻ സി കാൽഷ്യം കാർബൈഡ്, ഓപ്ഷൻ ഡി കാൽഷ്യം ഓക്സൈഡ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, സിലിക്കൺ കാർബൈഡ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ലോഫിംഗ് ഗ്യാസ് ആണ്, ചിരിപ്പിക്കുന്ന വാതകം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ? വാട്ടർ പ്യൂരിഫിക്കേഷന് ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ സിയോലൈറ്റ്, ഓപ്ഷൻ ബി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി കാൽഷ്യം ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. സിയോലൈറ്റ് ആണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കാറുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോമൺ നെയിം ഓഫ് ഫോസ്ജീൻ? ഫോസ്ജീൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ കാർബോണിൽ ക്ലോറൈഡ്, ഓപ്ഷൻ ബി ഫോസ്ഫൈൻ, ഓപ്ഷൻ സി കാർബൺ ടെട്രാക്ലോറൈഡ്, ഓപ്ഷൻ ഡി ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബോണിൽ ക്ലോറൈഡ്. ഇതൊരു കളർലെസ് ഗ്യാസ് ആണ്. അടുത്ത ചോദ്യം, വെൻ ബ്ലീച്ചിങ് പൗഡർ ഈസ് മിക്സഡ് ഇൻ വാട്ടർ വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ്? ബ്ലീച്ചിങ് പൗഡർ വാട്ടറായിട്ട് മിക്സ് ചെയ്യുമ്പം അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ക്ലോറിൻ. അടുത്ത ചോദ്യം, പ്രൊഡ്യൂസർ ഗ്യാസ് മെയിൻലി കോൺസ്റ്റിറ്റ്യൂട്ട് അപ്പ് ഓഫ്? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. സോ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. അടുത്ത ചോദ്യം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കെമിക്കൽ നേച്ചർ ബട്ടർ ക്യാൻ ബി കോൾഡ് ആസ്? കെമിക്കൽ നേച്ചർ അനുസരിച്ച് ബട്ടർ എന്താണ്? ഓപ്ഷൻ എ ജെൽ, ഓപ്ഷൻ ബി ഫോം, ഓപ്ഷൻ സി ഇമൾഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ബട്ടർ എന്താണ്? ജെല്ലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സോ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.